വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി അവയെ പലവിധ വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഭയപ്പെടുത്തി ഓടിക്കാം. മയക്കുപിടി മയക്കുകയോ ഉരുക്കിൽപ്പെടുത്തിയോ അവയെ പിടിച്ചുകൊണ്ടുപോയി ജനങ്ങൾക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ സംരക്ഷിക്കാം. അതുപോലെ മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകാത്ത വിധത്തിൽ ഇവയെ തടയാനും പലവിധ മാർഗങ്ങളുണ്ട്. എന്നാൽ വിദ്യകൾ പലതും ഉണ്ടായിട്ടും ജനങ്ങളെയും അവരുടെ കൃഷിയെയും സംരക്ഷിക്കാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല. മൃഗങ്ങൾക്ക് വിവരമുണ്ടായിരുന്നുവെങ്കിൽ അവയെപ്പോലും ചിരിപ്പിക്കുന്ന മണ്ടൻ നിയമങ്ങൾ അവതരിപ്പിച്ച് സ്വന്തം ജനങ്ങളെ ദ്രോഹിക്കുന്നതുകൊണ്ട് കാര്യത്തിൽ നന്മയൊന്നും അവകാശപ്പെടാനുമില്ല. കാരണം വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ മനുഷ്യജീവിതം ബലി കൊടുക്കേണ്ട കാര്യമില്ല. ജനരക്ഷ ഗവൺമെന്റുകളുടെ ചുമതല ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനജീവിതം സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാത്ത സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ഭീഷണിയായി മാറുമ്പോൾ വ്യക്തികൾ അവരെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അവയെ പ്രതിരോധിക്കുന്നത് കുറ്റകരമാകുമെങ്കിൽ അത്തരം നിയമങ്ങളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? അതുപോലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാകുന്ന ജീവികളെ നശിപ്പിക്കരുതെങ്കിൽ അവയെ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിക്കണം. അതും ഗവൺമെന്റിന് സാധിക്കുന്ന കാര്യമാണ്. മൃഗസ്നേഹികളുടെ സഹായവും അവിടെ പ്രയോജനപ്പെടുത്താം. എന്നാൽ അതൊന്നും യഥാസമയം ചെയ്യാതെ സകല കഷ്ടപ്പാടുകളും ജനങ്ങൾക്ക് വീതം വെച്ച് നൽകുകയും അവ വർദ്ധിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ജനങ്ങൾ അവരുടെ ജീവൻ പണയം വെച്ചോ അവരുടെ പണം മുടക്കിയോ അവയെ പിടിച്ചുകൊണ്ട് മണ്ണെണ്ണ ഒഴിച്ചു മൂടണം എന്ന രീതിയിൽ പാവങ്ങളുടെ പെടലിയിൽ വയ്ക്കുമ്പോൾ ആ സമയത്ത് മാത്രം കൊല്ലുന്നത് പാപമോ തിന്മയോ ആകുന്നില്ല എങ്കിൽ ഇത്തരം പ്രവൃത്തികളെ ജനദ്രോഹമെന്നല്ലാതെ ജനവഞ്ചന എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള പണികൾക്ക് ഒരു മറുപണി കൊടുക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്കില്ലേ? നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് അവയെ വിൽപ്പന നടത്താൻ അനുമതി നൽകണം. ഇവിടെ രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളോ സംഭവിക്കാതിരിക്കാൻ വേണ്ട ക്രമീകരണ രീതികൾ ഗവൺമെന്റിന് കൂടി വരുമാനം നൽകും. മൃഗങ്ങളെ പിടിക്കാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ കഴിവുള്ളവർക്ക് ഒരിക്കലും നഷ്ടക്കച്ചവടത്തിന് നിൽക്കില്ല. സാധുക്കളായവർക്ക് മറ്റൊന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് കാശ് കൊടുത്താൽ അവർ അവയെ പിടിച്ചു തരും. ബാക്കിയുള്ള കൈകാര്യം ചെയ്യലുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കണം. അതിനെ വളർത്താനാണെങ്കിലും ശരി, മാംസഭുക്കളായ ജീവികൾക്ക് ഭക്ഷണമാക്കാനായാലും ശരി, പിന്നീട് ഇവയൊന്നും നാട്ടിൽ ഇറങ്ങരുത്, ജനങ്ങൾക്ക് ഭീഷണിയാകരുത്. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ മനുഷ്യർക്ക് ഭീഷണിയാകുന്നത്? ഇവയെ നേരിടാനുള്ള ഫലപ്രദമായ മാർഗമെന്ത്? തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ എല്ലാ വീഡിയോകളും കാണുക. മൃഗങ്ങൾക്കൊപ്പം ജീവിതം ആരംഭിച്ച മനുഷ്യരുടെ ബുദ്ധിവികാസവും പുരോഗമന ചിന്തയുമാണ് കാടും നാടും തമ്മിൽ വേർതിരിക്കാൻ കാരണമായതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ വേർതിരിക്കൽ ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മൃഗങ്ങൾ ഇന്നും ഭീഷണിയായി തുടരുന്നത്. കാടും നാടും തമ്മിൽ വേർതിരിക്കണമെങ്കിൽ വന്യമൃഗങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ വേലിയോ മതിലോ നിർമ്മിക്കണം. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലുകളുമെല്ലാം പ്രശ്നമാണ്. എന്നാൽ കുറച്ചധികം പണച്ചെലവുണ്ടെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മികച്ച മാർഗമാണ് ഇനി പറയുന്നത്. അതായത് ഉരുൾപൊട്ടലുകളെയും വെള്ളപ്പാച്ചിലുകളെയും നിയന്ത്രിച്ചു നിർത്താൻ സംവിധാനങ്ങൾ ഒരുക്കി വന്യമൃഗങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത, നശിപ്പിക്കാൻ കഴിയാത്ത മൃഗങ്ങൾ പോലും ചാടിക്കയറിയാൽ അത് വനത്തിലേക്ക് തന്നെ തെന്നി വീഴുന്ന തരത്തിൽ ഒട്ടനവധി പ്രയോജനങ്ങൾ എല്ലാവർക്കും നൽകുന്ന വിധത്തിൽ സാമാന്യ വിവരത്തിൽ മതിലുകൾക്ക് തുല്യമായ രീതിയിൽ കാടും നാടും തമ്മിൽ വേർതിരിക്കത്തക്ക രീതിയിൽ റോഡ് നിർമ്മിക്കുക. ഇതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് പറയാം. ഉരുൾപൊട്ടലുകളും വെള്ളപ്പാച്ചിലും തടയാൻ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകും. ഇതിന്റെ ഒരു വശം വന്യമൃഗങ്ങളെ തടയും. റോഡിന്റെ അടിവശവും മറുവശവും നമ്മുടെ ജീവിത രീതികളെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വീടുകളും മറ്റ് പലവിധ സംവിധാനങ്ങളുമായി പ്രയോജനപ്പെടും. ഇതെല്ലാം പിന്നീട് വ്യക്തമാക്കി തരുന്നതാണ്. അപ്പോഴേ എല്ലാവർക്കും കാര്യം പിടികിട്ടും. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് പല കാര്യങ്ങളും. അതുപോലെ അതിവിശാലമായ ഒരു കാർഷിക മേഖല ഇവിടെ രൂപപ്പെടുത്താനും കാർഷിക വിളകളെ ഇവിടെ തന്നെ സംഭരിക്കാനും കഴിയും. റോഡ് ജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ പറയുമ്പോൾ വെറുതെ ചിരിച്ചു കളഞ്ഞവർ ഒന്നുകൂടി അറിയുക. ഇതേ മാർഗം ആവശ്യമായ സ്ഥലത്ത് സാങ്കേതിക തികവോടെ സമുദ്രതീരത്തെ മണലിനെ കട്ടിയുള്ള കവചമാകത്തക്ക രീതിയിൽ രൂപപ്പെടുത്തിയാൽ
ഭാവിയിൽ നമ്മുടെ പല സിറ്റികളും സമുദ്രത്തിനടിയിലാകുന്ന ഒരു സാഹചര്യത്തെ ചെറുക്കാൻ കഴിയും. അതുകൊണ്ട് അല്പം ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അനാവശ്യമായ നിർമ്മിതികൾ ആവശ്യമായവയെ തടയുമെന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അധ്വാനം മാത്രമല്ല നമ്മളിവിടെ നഷ്ടപ്പെടുത്തുന്നത്, നമ്മുടെ പണവും അസംസ്കൃത വസ്തുക്കളുമെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇനി കാടും നാടും തമ്മിൽ വേർതിരിക്കുന്ന തരത്തിൽ റോഡ് എങ്ങനെ നിർമ്മിക്കാം? ഒന്നിനും ഒരു ദോഷവും സംഭവിക്കാത്ത രീതിയിൽ വനസമ്പത്ത് എല്ലാ മനുഷ്യർക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഒപ്പം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ചിലവ് കുറഞ്ഞ ചില പണികളും, വന്യമൃഗങ്ങളിൽ നിന്ന് ഇനി ജനങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ എന്ന് നമ്മുടെ ഗവൺമെന്റുകളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു പണികളും. അപ്പോൾ എല്ലാ വീഡിയോകളും തുറന്നു കാണുക, എല്ലാവരിലേക്കും എത്തിക്കുക.